ഇപ്രകാരം എന്തൊക്കെ ചെയ്തിട്ടും ഈ കിരാതനെ തോൽപ്പിക്കാൻ സാധിക്കാതെ വന്ന അർജുനൻ ഒരു ജീവച്ഛവം എന്നോണം ഭൂമിയിൽ വീണ് കിടക്കുകയാണ്. ആ സമയത്ത് സമീപത്ത് കണ്ട കളിമണ്ണ് കൊണ്ട് അർജുനൻ ഒരു ശിവലിംഗം ഉണ്ടാക്കുകയും അവിടെ ഉണ്ടായിരുന്ന പൂക്കൾ കൊണ്ട് അദ്ദേഹം ഭഗവാനെ പൂജിക്കുകയും ചെയ്യാണ്. ഈ സമയത്ത് ഈ ശിവലിംഗത്തിന് മുകളിൽ വീഴുന്ന ഓരോ പൂവും ചെന്ന് വീഴുന്നത് കിരാതൻ്റെ അല്ലെങ്കിൽ ഈ വേടൻ്റെ മേത്താണ് എന്ന് കാണുകയും തൻ്റെ മുന്നിൽ വേടനായിട്ട് വന്നെത്തിയിരിക്കുന്നത് തന്നെ പരീക്ഷിക്കാനെത്തിയ മഹാദേവനാണ് എന്ന് തിരിച്ചറിയുകയും ചെയ്ത അർജുനൻ മഹാദേവൻ്റെ അടുത്ത് ഓടിയെത്തിയിട്ട് അദ്ദേഹത്തിൻ്റെ കാൽക്കൽ വീണ് തൻ്റെ അവിവേകം പൊറുക്കണം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ കാലിൽ വീണ് നമസ്കരിക്കുകയാണ്. ഈ സമയത്ത് മഹാദേവനോട് അർജുനൻ പറയാണ് തനിക്ക് മഹാദേവൻ്റെ യഥാർത്ഥ രൂപത്തിൽ ദർശനം നൽകണമെന്ന്. അങ്ങനെ അർജുനൻ്റെ ആവശ്യപ്രകാരം മഹാദേവൻ തൻ്റെ യഥാർത്ഥ രൂപത്തിൽ അർജുനന് മുന്നിൽ പ്രത്യക്ഷപ്പെടുകയും ഈ ഭൂമിയിലെ ഏറ്റവും ശക്തിയേറിയ ആയുധമായിട്ടുള്ള പാശുപതാസ്ത്രം നൽകി അർജുനനെ അനുഗ്രഹിക്കുകയും ചെയ്തു. ആ സമയത്ത് ഭഗവാൻ പ്രത്യേകം പറഞ്ഞു, ഈ പാശുപതാസ്ത്രം അത്യധികം ആപത്കരമായിട്ടുള്ള ഒരു ആയുധമാണ്. അതിനാൽ തന്നെ ഒഴിവാക്കാൻ യാതൊരു സാധ്യതയും ഇല്ലാത്ത അവസരങ്ങളിൽ മാത്രമേ, അങ്ങേയറ്റം ആപത്കരമായിട്ടുള്ള സാഹചര്യങ്ങളിൽ മാത്രമേ ഈ പാശുപതാസ്ത്രം സ്വയരക്ഷയ്ക്കായിട്ട് ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇന്ദ്രപുത്രനായിട്ടുള്ള അർജുനനെ അനുഗ്രഹിച്ചിട്ട് മഹാദേവനും പാർവതി ദേവിയും അവിടുന്ന് അപ്രത്യക്ഷനായി.